ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 9-ാം സങ്കീർത്തനം 17-ാം വാക്യം. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. ദൈവത്തെ മറക്കുന്നവരെ സങ്കീർത്തനക്കാരൻ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ് കൂട്ടിയിരിക്കുന്നത്. അവരുടെ സ്ഥാനം പാതാളമാണ്. ദൈവത്തെ മറക്കുന്നതും ഒരു പാപമാണ്. 50-ാം സങ്കീർത്തനത്തിൽ ആസഫ് പറയുന്നത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, ഞാൻ നിങ്ങളെ കീറിക്കളയും എന്നാണ്. വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. കപ്പലിൻ്റെ അടിത്തട്ടിൽ ചെറിയൊരു ദ്വാരമുണ്ടായാൽ അത് കപ്പലിനെ മുക്കിക്കളയുന്നത് പോലെ നമ്മളിലെ ചെറിയ പാപം നമ്മെ നശിപ്പിച്ചു കളയും. പ്രിയ സ്നേഹിതരെ, നാം ദൈവത്തെ മറന്ന് ജീവിച്ചാൽ ദുഷ്ടന്മാർക്കുണ്ടാകുന്ന ശിക്ഷാവിധി തന്നെ നമുക്കുണ്ടാകും. ആ ചെറിയ പാപത്തിലൂടെ നമ്മുടെ ജീവിതം ഉടയപ്പെടാതിരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഈ നാളിൽ നമുക്ക് ക്രമീകരിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതയാത്രയിൽ നിന്നെ മറക്കാതിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.